നമ്മൾ സ്ത്രീകൾ നമ്മുടെ ഭർത്താവിനോട് എപ്പോഴും പറയാറുണ്ടല്ലേ, അതായത് എനിക്കിന്ന് മൂഡ് സ്വിങ്സ് ആയിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, നിങ്ങളൊന്നും വിചാരിക്കരുത്, അല്ലെങ്കിൽ നിങ്ങളെന്നെ മനസ്സിലാക്കിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഭർത്താവിനോട് നമ്മൾ സ്ഥിരം പറയുന്നൊരു കാര്യമാണല്ലേ ഇത്. എന്നെ ആരും മനസ്സിലാക്കാനില്ലല്ലോ, അതാണ് നമ്മുടെ സ്ഥിരം ഡയലോഗ്. അപ്പോൾ ഇതെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ മൂഡ് സ്വിങ്സ് എന്തുകൊണ്ട് വരുന്നു, അതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഇല്ലേ. അതാദ്യം സോൾവ് ചെയ്യാതെ നമ്മൾ പിന്നെ ജീവിതകാലം മൊത്തം ഇതും കൊണ്ട് മുന്നോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. അതായത് ഇപ്പോൾ സപ്പോസ് ഒരു എക്സാമ്പിൾ, നമ്മൾ കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഭർത്താവ് വീട്ടിലുണ്ട്, പുള്ളി മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. നമ്മുടെ മനസ്സിലെന്താ, അതായത് കിച്ചണിലെ പണി കഴിഞ്ഞതിന് ശേഷം വേണം എനിക്കിനി പിള്ളേർക്ക് ഫുഡ് കൊടുക്കാൻ, അത് കഴിഞ്ഞിട്ട് വേണം ഞാൻ കഴിക്കാൻ, അത് കഴിഞ്ഞ് വേണം വൃത്തിയാക്കാൻ, അത് കഴിഞ്ഞ് വേണം വീട് വൃത്തിയാക്കാൻ, തുണി അലയ്ക്കാൻ. അങ്ങനെ നമ്മുടെ മനസ്സിൽ കിച്ചണിൽ നിൽക്കുമ്പോൾ തന്നെ ഈ സംഭവങ്ങളൊക്കെ ആയിരിക്കും ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിള്ളേർ നമ്മുടെ പുറകെ നടക്കുന്നു, ബഹളം വെക്കുന്നു. പിന്നെ നമ്മൾ നോക്കുമ്പോൾ എന്താ, നമ്മുടെ ഭർത്താവ് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. അതാണ് നമുക്ക് മൂഡ് സ്വിങ്സ് തുടങ്ങാനുള്ള ആദ്യ കാരണം അല്ലേ. നമ്മൾ അത് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ നമ്മുടെ സ്വഭാവം നേരെ തിരിയുമല്ലോ. അപ്പോൾ നമ്മൾ പുള്ളിയോട് പോയിട്ട് എന്നാ പറയും, അപ്പോൾ ഒന്നും പറയത്തില്ലെങ്കിലും പിന്നെ ഇല്ലാത്ത കാര്യങ്ങളും വേണ്ടാത്ത കാര്യങ്ങളും അപ്പം നടക്കാത്ത കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ടോപ്പിക് ഉണ്ടാക്കി വഴക്കുണ്ടാക്കൂല്ലേ. നമ്മളിങ്ങനെ പ്രൊവോക്ക് ആകാനുള്ള കാരണങ്ങൾ എന്താണെന്ന് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം, അതൊരു ലിസ്റ്റ് ആക്കണം, എന്നിട്ട് അത് നമ്മൾ സോൾവ് ചെയ്യണം. നമ്മളിപ്പോൾ നമ്മുടെ ഹസ്ബൻഡിനോട് പറയണം, ഇങ്ങനെയാണ് എനിക്ക് ഇന്നതുകൊണ്ടാണ് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100-ൽ എത്ര ശതമാനം ആണുങ്ങൾ അത് മനസ്സിലാക്കും? ഇല്ല. നമ്മൾ മൂഡ് സ്വിങ്സ് കാരണം അവരോട് ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 99% ആണുങ്ങളും നമ്മളെ തിരിച്ച് നല്ല രീതിയിലാണ് റിയാക്ട് ചെയ്യുന്നത്. അല്ല, നമ്മൾക്കിതെന്താ ചെയ്യാൻ പറ്റുക, നമുക്കിത് സ്വയമേ സോൾവ് ചെയ്യാൻ നോക്കാനാണ് നമ്മൾ ഫസ്റ്റ് ശ്രമിക്കേണ്ടത്. എന്തൊക്കെ സാഹചര്യങ്ങൾ ഇന്ന് ഞാൻ ഇങ്ങനെയൊക്കെ പ്രൊവോക്കായി എന്നുള്ളതൊന്ന് ലിസ്റ്റ് ആക്കുക. പിന്നെ അത് സോൾവ് ചെയ്യാനുള്ള സൊല്യൂഷൻസ് നമ്മൾ തന്നെ കണ്ടെത്തുക. ഈ സൊല്യൂഷൻസ് ഒക്കെ നമ്മൾ സ്വയമേ കണ്ടുപിടിക്കുന്നതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ സ്വയം അറിയും, എന്താണ് നമ്മുടെ പ്രശ്നം എന്നൊക്കെ നമ്മൾ സ്വയം അറിയും. പിന്നെ നമ്മുടെ കയ്യിൽ നിൽക്കാത്ത കാര്യങ്ങളാണെങ്കിൽ സൈക്കോളജിസ്റ്റുകളുണ്ടല്ലോ, നിങ്ങൾക്കൊരു അപ്പോയിൻമെൻറ്റ് എടുക്കാം, നിങ്ങളുടെ പ്രശ്നങ്ങൾ അവരോട് സംസാരിക്കാം. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്, അവർ നിങ്ങൾക്ക് സൊല്യൂഷൻ പറഞ്ഞു തരും. അല്ലാതെ നിങ്ങൾ ഈ മൂഡ് സ്വിങ്സ് കാരണം വീട്ടിൽ എപ്പോഴും വഴക്ക്, ബഹളം, കുഞ്ഞുങ്ങളോട് വഴക്ക്, ഹസ്ബൻഡിൻ്റെ പേരൻസ് ആണെങ്കിൽ അവരോട് വഴക്ക്, അല്ലെങ്കിൽ നമ്മുടെ പേരൻസിനോട് വഴക്ക്. അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് കണ്ടുപിടിച്ച് സോൾവ് ചെയ്താൽ മാത്രമല്ലേ നമുക്കൊരു ഹാപ്പി ലൈഫ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നമുക്ക് വേണ്ടി, നമ്മുടെ കൂടെ ജീവിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല. അല്ലെങ്കിൽ നമ്മൾ ലൈഫിലും ഇങ്ങനെ വഴക്കുണ്ടാക്കിയ അവസാനം ഇത് വേറെ എന്തെങ്കിലും ചെന്നെത്തും. നമ്മളെ മനസ്സിലാക്കുന്ന ഹസ്ബൻഡ് ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, അല്ലെങ്കിൽ ഇത് വേറെ ഏതെങ്കിലും ലെവലിലേക്ക് കാര്യങ്ങളെത്തും. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് അറിഞ്ഞ് നോക്കി കണ്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, എന്നാ.